ഇന്നത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്, ഈ റെയ്ഡ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിലാണ്. അല്ലാതെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസിലല്ല. പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് CPM പ്രവർത്തകർ ഇങ്ങനെ തെരുവിലിറങ്ങി ആക്രമണം കാണിക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ വണ്ടി അടിച്ച് തകർക്കുക, കല്ലെടുത്തെറിയുക, എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാൻ അദ്ദേഹത്തിനറിയാം. അതിന് CPM പ്രവർത്തകരുടെ ആവശ്യമില്ല. അതോ നിങ്ങൾ പിണറായി വിജയൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഒരു റെയ്ഡ് നടന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റെയ്ഡ് നടന്നാൽ തെളിവ് കണ്ടെത്തണം. തെളിവ് കണ്ടെത്തി അത് കോടതിയിലെത്തി അത് കോടതിക്ക് ബോധ്യമാവുമ്പോഴേ അയാൾ തെറ്റുകാരനാവുകയുള്ളൂ. അപ്പോൾ ഈ റെയ്ഡ് നടത്തുന്നു എന്നും പറഞ്ഞ് അവിടെയെല്ലാം ആളുകൾ ചുറ്റും കൂടി അവർക്കെതിരെ പ്രതിഷേധിക്കുക, ഉദ്യോഗസ്ഥരുടെ തൊഴിൽ തടസ്സപ്പെടുത്തുക, ഇതൊക്കെ വളരെ മോശമാണ്. മുൻപ് UDF പ്രവർത്തകർ ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുപോലെ ഇടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാരും ഇതുപോലത്തെ പ്രതിഷേധങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം കമ്മ്യൂണിസ്റ്റുകാർ, അതായത് CPMകാർ ദയവ് ചെയ്ത് സ്വല്പം ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പം മുൻ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിൽ CPM പ്രവർത്തകർ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ഇത് അവരുമായി ബന്ധപ്പെട്ട കേസ്. ഇപ്പം പിണറായി വിജയനാണെങ്കിൽ ഓക്കെ, ശരി, ഇത് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസാണ്. അത് അവർ തന്നെ കൈകാര്യം ചെയ്തോളും. അതിനിടയിൽ ഈ പാവപ്പെട്ട CPM പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ കൊണ്ട് കല്ലെറിയിപ്പിക്കുക. ഇപ്പം EDയുടെ വണ്ടി അടിച്ച് താർത്താൽ നന്നായിരിക്കും. കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇതുപോലുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. തെളിവ് കോടതിയിലെത്തി അവർ തീരുമാനിക്കട്ടെ കുറ്റക്കാരാണോ അല്ലേ എന്നുള്ളത്. അല്ലാതെ അന്വേഷണത്തിന് റെയ്ഡിനൊക്കെ വരുമ്പം ഇതുപോലെ പ്രതിഷേധിക്കുന്നത് ഈ പാർട്ടിക്ക് തന്നെ തിരിച്ചടി ആവുകയുള്ളൂ.